പഠനത്തിനായി ജാർഖണ്ഡിൽ നിന്നും കേരളത്തിൽ എത്തിയ കുട്ടികളെ തിരികെ കൊണ്ടുപോവുകയാണെന്ന് രക്ഷിതാക്കൾ. കർഷകരായ തങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്തതിനാലാണ് കേരളത്തിലേക്ക് അയച്ചതെന്നും ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് കുട്ടികളെ ഇവിടെ നിർത്തുന്നില്ല എന്നും ജാർഖണ്ഡിൽ നിന്നും എത്തിയ രക്ഷിതാക്കൾ റിപ്പോർട്ടറോട് പറഞ്ഞു. हाँ, जो मेरा लड़का है ना, मेरा जो लड़का है और गार्जियन का लड़का है, सबको वापस ले जाना. मेरा लड़का पकड़ा गया जब फर्स्ट में ऐसा दिक्कत हो गया, साल भर के बाद क्या होने वाला है कौन जनता है भविष्य को. പഠിക്കാനായി കേരളത്തിലെത്തിയ തന്റെ മകനെ പോലീസ് പിടിച്ചു എന്നറിഞ്ഞ് ജാർഖണ്ഡിൽ നിന്നും എത്തിയ കർഷകനായ അൻസാരിയുടെ വാക്കുകളാണിത്. പാവപ്പെട്ട തങ്ങൾക്ക് മക്കളെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ കഴിയാത്തതിനാലാണ് കേരളത്തിലേക്ക് അയച്ചത്. എന്നാൽ ഇവിടെ തങ്ങളുടെ കുട്ടികളെ തടഞ്ഞു വെച്ചതിനാൽ അവർ ഭയന്നിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ തിരിച്ച് നാട്ടിലേക്ക് പേടിച്ചിട്ട് പറയുകയാണ്. കാരണം യതീം ഖാന എന്ന് പറഞ്ഞൊരു നയാക്കാശ് വാങ്ങിയാൽ അത് ബാപ്പ മരിച്ച കുട്ടികൾക്കല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. അനാവശ്യ വിവാദങ്ങൾ വലിച്ചിടുന്ന പല സംഘടനക്കാരുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവർ നടത്തുന്ന യതീം ഖാനകളിൽ ഏകദേശവും ബാപ്പ മരിക്കാത്ത മക്കളെ കൊണ്ടുവന്ന് ചേർത്തിട്ട് ബാപ്പ മരിച്ചു എന്ന അഡ്രസ്സിൽ പണം വാങ്ങി ആ മക്കളെ കൊണ്ട് ഹറാമ് തിന്നിക്കുന്നതല്ലേ കാണുന്നത്. അത്തരത്തിലുള്ള 1000 വിഷയങ്ങൾ ചിന്തിച്ച് പരിഹരിക്കേണ്ടതും നന്നാക്കേണ്ടതും ലോകത്ത് പ്രക്ഷോഭം നടത്തേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് കേട്ടോ.